പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന അടുക്കളയിൽ ഇങ്ങനെ നിന്ന് പാചകം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ണിങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ജാനകി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നയനമോൾ എന്തിനാ കരയുന്നതെന്ന്. ഒന്നുമില്ല ചെറിയമേ, ഞാൻ കരഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം നിനക്ക് വിഷമമായി കാണുമല്ലേ, ആദർശിന് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ദേവയാനിയുടെ കയ്യിൽ നിന്ന് നിനക്ക് ചീത്തയല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല അല്ലേ എന്നുള്ള കാര്യം പറയുമ്പോൾ, അയ്യോ ഞാൻ കരഞ്ഞതല്ല എന്നും ഉള്ളി അരിയുന്ന സമയത്ത് ചെറിയമ്മ ആരെ കണ്ണിന്ന് വെള്ളം വരാത്തവരുള്ളതെന്നുള്ള കാര്യം ചോദിക്കാണ്. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ എന്ന് ജാനകി അങ്ങോട്ടേക്കും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഈ സംസാരം കുറച്ച് അപ്പുറത്ത് മാറി നിന്നിട്ട് ആദർശ് കേൾക്കുന്നുണ്ട് കേട്ടോ. ചെറിയമ്മയ്ക്ക് മനസ്സിൽ ഒരുപാട് നന്മയുണ്ട്, അപ്പോൾ ഞാൻ കരയാണെന്ന് കരുതിയത് അതുകൊണ്ടാണ്. എന്തൊക്കെയാണെങ്കിലും മോളെ, ദേവയാനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിന്റെ അടുത്ത് ഒരു സോറി പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഭയങ്കര വിഷമത്തോടു കൂടി ജാനകി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതമ്മ സത്യം അറിയാതെ എന്തൊക്കെയോ പറഞ്ഞതല്ലേ, പിന്നെ സത്യം അറിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതിരുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിന്റെ മനസ്സ് വേദനിച്ചത് ഇല്ലാതാവുമോ, നിന്റെ അടുത്ത് ശരിക്കും സോറി പറയേണ്ടതല്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ. അമ്മ അങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ആദർശേട്ടനോടുള്ള അമിത സ്നേഹം കാരണമാണ്. ഒരമ്മ മകനെ എന്തോരം കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളത് നല്ല രീതിയിൽ എടുത്താൽ മതി എന്ന് പറയുമ്പോൾ, നിന്നെ പോലെ ചിന്തിക്കുന്ന പെൺകുട്ടികൾ ഈ ലോകത്ത് വളരെ ദുർലഭമായിരിക്കും. നിനക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാനൊക്കെ പറ്റുള്ളൂ. എന്തൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നീ അതിലെ നല്ല കാര്യങ്ങളാണ് കണ്ടെത്തുന്നത്. അത് വലിയൊരു കാര്യമാണെന്നൊക്കെ ജാനകി പറയുമ്പോൾ, നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുന്നു അതാണ് ചെറിയമ്മ നല്ലതും ചീത്തതൊക്കെ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് ചെറിയമ്മ പറയുന്നുണ്ട്, എന്തായാലും ഞാനിനി ഇവിടെ നിന്നിട്ട് നിന്റെ കണ്ണൊന്നും ഉള്ളി അരിഞ്ഞ് കൂടുതൽ നനയിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനിയാണെന്നുണ്ടെങ്കിൽ ആദർശ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ആദർശിന്റെ അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും കഴിച്ചോ ദേവു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇല്ല, എനിക്ക് വിശക്കുന്നില്ല എന്ന് ദേവയാനി പറയുന്ന സമയത്ത്, നിന്റെ മനസ്സിൽ കുറ്റബോധമുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് വിശക്കാത്തത്. നീ ചെയ്ത തെറ്റ് നീ മാത്രം അംഗീകരിച്ചിട്ടില്ല, ഇവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ട് നീ ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം. ഒരിക്കലും നയനമോളെടുത്ത് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു. നിന്റെ മോന്റെ ജീവിതം രക്ഷിച്ചവളാണ് അവള്, അതുകൊണ്ട് തന്നെ നീ അവളോട് ചെയ്തതിനെല്ലാം സോറി പറയണമെന്ന് പറയാണ് കേട്ടോ. ഞാൻ എന്തിനാ സോറി പറയുന്നത്, അവന്റെ ഭാര്യയാണ് അവള്, അപ്പോൾ അവൾക്ക് ചില കടമകളൊക്കെ ഉണ്ട്, അത് അവൾ ചെയ്തു. അതിലിപ്പോൾ ഞാൻ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, അവൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആദർശ് ഐസ്ക്രീം എടുത്ത് തിന്നുന്ന സമയത്ത് അവൾ അത് തടയണമായിരുന്നു. അതുമാത്രമല്ല, റൂമിനകത്ത് ഇൻഹേലർ ഉണ്ടോ എന്നുള്ള കാര്യം അവൾ ഉറപ്പ് വരുത്തണമായിരുന്നു എന്ന് പറയുമ്പോൾ, അവള് ഇപ്പൊ പുതിയതായിട്ട് വന്നവളല്ലേ, അവൾക്ക് ആദർശിന്റെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. ഇവിടെ നിന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിക്ക് ഒന്നും മിണ്ടാനില്ല കേട്ടോ. എന്തായാലും നിനക്ക് സോറി പറയാൻ മടിയാണെന്നുണ്ടെങ്കിൽ നീ അവളോടൊരു നന്ദി പറയണം. നന്ദി പറയാനോ, അതെന്തിനെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ മോന്റെ ജീവൻ രക്ഷിച്ചവളാണ് അവള്, അതുകൊണ്ട് തന്നെ നീ അവളോട് നന്ദി പറയണമെന്ന് പറയണേ. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, അതിന്റെ ആവശ്യമുണ്ട് എന്നും നീ എന്തായാലും ചെന്ന് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയും കൂട്ടിയിട്ട് ആദർശിന്റെ അച്ഛൻ നയനമോൾ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടി എന്താ വന്നതെന്ന് നയന ചോദിക്കുന്നുണ്ട്. മോളെ, ദേവയാനിക്ക് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ, എന്താ അമ്മയ്ക്ക് എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആദ്യം കുറച്ചു നേരം ഉരുണ്ട് നിന്നിട്ടാണെങ്കിൽ പോലും പിന്നീട് ദേവയാനി താങ്ക്സ് പറയാണ് നയനയുടെ അടുത്ത്. നയന ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു എന്ന് വീണ്ടും എടുത്ത് പറയാണ്. ഇത് കേട്ട് നിൽക്കുന്ന നയനയാണ് കാണിക്കുന്നത്.